KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മഴ പെയ്തില്ല, കൊടുവള്ളിയിൽ ജയിച്ചതുമില്ല. മണ്ണാർക്കാട്ടെ N. ശംസുദ്ദീൻ കാന്തപുരത്തിനെതിരെ നിയമസഭയിൽ നടത്തിയ പരാമർശത്തിനെതിരെ ശക്തമായ മറുപടിയുമായി PTA റഹീം MLA. മന്ത്രിസഭാ തീരുമാനങ്ങൾ വിവരാവകാശ നിയമം അനുസരിച്ച് നൽകാനാവില്ലെന്ന് സർക്കാർ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒന്നാം പ്രതി. സാക്കിർ നായിക്കിന്റെ തലവെട്ടുന്നയാൾക്ക് 50 ലക്ഷം പാരിതോഷികം നൽകുമെന്ന് VHP നേതാവ് സാധ്വി പ്രാജി. ഭീകരവാദം പാകിസ്ഥാന്റെ ദേശീയ നയമായി മാറിയിരിക്കുകയാണെന്ന് ഇന്ത്യ. മടവൂർ CM വലുല്ലാഹി ആണ്ട് നേർച്ചയ്ക്ക് അഗത്യ മർക്കസിൽ 16-ന് തുടക്കം. കോഴിക്കോട് ജില്ലാ കലക്ടർ പ്രശാന്തിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ദാദ്രിയിൽ കൊല്ലപ്പെട്ട അഖ്ലാഖിന്റെ കുടുംബത്തിനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. ഒരു വാക്കിന്റെ വില 2.5 ലക്ഷം ദിർഹമും 3 മാസം ജയിലും. വാർത്തകൾ വിശദമായി. മന്ത്രിസഭാ തീരുമാനങ്ങൾ വിവരാവകാശ നിയമം അനുസരിച്ച് നൽകാനാവില്ലെന്ന് സർക്കാർ. ഇത് സംബന്ധിച്ച് വിവരാവകാശ കമ്മീഷണർ നൽകിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കും. മന്ത്രിസഭാ തീരുമാനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകണമെന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസെന്റ് M. പോൾ ഉത്തരവ് നൽകിയിരുന്നു. UDF സർക്കാരിന്റെ അവസാന മാസങ്ങളിലെ മന്ത്രിസഭാ തീരുമാനങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കണം എന്ന അപേക്ഷ കിട്ടിയതിനെ തുടർന്നാണ് അവ നൽകാൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസെന്റ് M. പോൾ നിർദ്ദേശിച്ചത്. എന്നാൽ അവ നൽകാനാവില്ലെന്ന് സർക്കാർ അറിയിച്ചു. വിവരാവകാശ കമ്മീഷനെയും സർക്കാർ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. മുൻ സർക്കാരും ഇതേ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കി തീരുംവരെ രഹസ്യ സ്വഭാവം ഉള്ളതാണെന്നാണ് സർക്കാർ നിലപാട്. അതേസമയം രാജ്യസുരക്ഷ, കേസ് അന്വേഷണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടവ ഒഴികെ എല്ലാ മന്ത്രിസഭാ തീരുമാനങ്ങളും വിവരാവകാശ നിയമപ്രകാരം നൽകണമെന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നേരത്തെ ഉത്തരവ് നൽകിയിട്ടുണ്ട്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനും സർക്കാർ തീരുമാനിച്ചു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ഒന്നാം പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്തു. കേസിൽ വെള്ളാപ്പള്ളി ഉൾപ്പെടെ 5 പ്രതികൾ. ഡോക്ടർ MN സോമൻ, KK മഹേശൻ, നജീബ്, ദിലീപ് എന്നിവരാണ് മറ്റു പ്രതികൾ. ഗൂഢാലോചന, സാമ്പത്തിക തിരിമറി വകുപ്പുകൾ പ്രകാരമാണ് കേസ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ FIR രജിസ്റ്റർ ചെയ്യാനുള്ള തെളിവ് ലഭിച്ചെന്ന് വിജിലൻസ് ഇന്നലെ കോടതിയെ അറിയിച്ചിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്ന വിജിലൻസിന്റെ ആവശ്യം കോടതി അനുവദിച്ചിരുന്നു. തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ മാസം 27-ന് കേസ് വീണ്ടും പരിഗണിക്കും. മൈക്രോ ഫിനാൻസ് നടത്തിപ്പിൽ കോടികളുടെ അഴിമതിയുണ്ടെന്നും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് VS അച്യുതാനന്ദനാണ് കോടതിയെ സമീപിച്ചത്. തുടർന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി വിജിലൻസിനോട് ആവശ്യപ്പെടുകയായിരുന്നു. മൈക്രോ ഫിനാൻസ് കേസിൽ അന്വേഷണത്തെ ഭയക്കുന്നില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഒളിച്ചോടാനോ നാടുകടക്കാനോ ഉദ്ദേശിക്കുന്നില്ല. കുറ്റം ചെയ്തിട്ടില്ല, സത്യം പുറത്തുവരും. ആരോപണത്തിന് പേരിൽ സ്ഥാനമൊഴിയില്ല. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തതിനോട് പ്രതികരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി. എനിക്കൊരു ഭയവുമില്ല. ഇപ്പൊ ഒരു FIR രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒളിക്കാനോ നാടുകിടക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. സാമ്പത്തിക തിരിമറിയും ഞാൻ നടത്തിയിട്ടില്ല. പ്രഭാഷകൻ സാക്കിർ നായിക്കിന്റെ തലവെട്ടുന്നയാൾക്ക് 50 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് മുൻ VHP നേതാവ് സാധ്വി പ്രാജി. സാക്കിർ മതപ്രാസംഗികനല്ല, ഭീകരവാദിയാണ്. അതിനാലാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത്. ഒരു സംഘടനയുടെയും നേതാവെന്ന നിലയിലല്ല, മറിച്ച് വ്യക്തിപരമായാണ് താൻ പാരിതോഷികം പ്രഖ്യാപിച്ചതെന്നും പ്രാജി പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ റൂർക്കയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സാധ്വി. ധാക്കയിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരർക്ക് പ്രചോദനമായത് സാക്കിറിന്റെ പ്രസംഗമാണെന്ന ആരോപണം ഉയർന്നതോടെയാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് മുംബൈ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. സൌദി അറേബ്യയിലാണ് സാക്കിർ ഇപ്പോൾ കഴിയുന്നത്. കോഴിക്കോട് ജില്ലാ കലക്ടർ പ്രശാന്തിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കാപ്പ കേസിൽ കോടതി ഉത്തരവ് പാലിക്കാത്തതിനാണ് വിമർശനം. പെൺകുട്ടികളെ കടത്തിയ കേസിൽ കാപ്പ ചുമത്താൻ കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് പാലിക്കാത്തതിന്റെ കാരണം വിശദീകരിക്കാൻ കോടതി ആവശ്യപ്പെട്ടു.
പ്രതിക്കെതിരെ കാപ്പ ചുമത്തേണ്ടെന്ന നിലപാടെടുത്തതിന്റെ കാരണം എന്തെന്നും കോടതി ചോദിച്ചു. വീട്ടിൽ ബീഫ് സൂക്ഷിച്ചുവെന്നാരോപിച്ച് അടിച്ചുകൊന്ന മുഹമ്മദ് അഖ്ലാഖിന്റെ കുടുംബത്തിനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. ബിസാദ ഗ്രാമത്തിലെ അയൽവാസി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അഖ്ലാഖും സഹോദരനും പശുക്കുട്ടിയെ അറുക്കുന്നത് കണ്ടുവെന്നാണ് അയൽവാസിയുടെ പരാതി. ഉത്തർപ്രദേശിൽ പശു ഇറച്ചി കഴിക്കുന്നത് കുറ്റകരമല്ലെങ്കിലും ഗോവധം 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ജാമ്യമില്ലാ കുറ്റമാണ്. കഴിഞ്ഞ വർഷമാണ് ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ ബീഫ് വീട്ടിൽ സൂക്ഷിച്ചുവെന്നാരോപിച്ച് ഒരു സംഘം അഖ്ലാഖ് എന്നയാളെ അടിച്ചുകൊന്നത്. അന്ന് നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ വീട്ടിൽ സൂക്ഷിച്ചത് ആട്ടിറച്ചിയാണെന്നായിരുന്നു കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഈ വർഷം മേയിലാണ് അഖ്ലാഖിന്റെ വീട്ടിൽ സൂക്ഷിച്ചത് പശു ഇറച്ചിയായിരുന്നു എന്ന ഫോറൻസിക് ഫലം പുറത്തുവന്നത്. ഭീകരവാദം പാകിസ്ഥാന്റെ ദേശീയ നയമായി മാറിയിരിക്കുകയാണെന്ന് ഇന്ത്യ. പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി സയ്യിദ് അക്ബറുദ്ദീൻ പറഞ്ഞു. ഹിസ്ബുൽ കമാൻഡർ ബുർഹാൻ വാനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യുഎന്നിൽ ഉന്നയിച്ച പാകിസ്ഥാന് ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയത്. യുഎൻ കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഭീകരവാദികൾക്ക് പാകിസ്ഥാൻ സഹായങ്ങൾ ചെയ്യുന്നു. മറ്റു രാജ്യങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തീവ്രവാദികളെ ഉപയോഗിച്ച് വഷളാക്കാൻ അയൽരാജ്യം ശ്രമിക്കുകയാണ്. യുഎൻ നൽകുന്ന ആനുകൂല്യങ്ങൾ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുകയാണെന്നും ഇന്ത്യ കുറ്റപ്പെടുത്തി. ഇന്ത്യ ജനാധിപത്യം, മനുഷ്യാവകാശം, രാജ്യാന്തര നിയമങ്ങൾ എന്നിവയെ ബഹുമാനിക്കുന്ന രാജ്യമാണ്. എല്ലാ മേഖലകളിലെയും മനുഷ്യാവകാശ സംരക്ഷണത്തിനും പ്രചാരണത്തിനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും സയ്യിദ് അക്ബറുദ്ദീൻ വ്യക്തമാക്കി. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഉന്നതതല ചർച്ചയിലാണ് യുഎന്നിലെ പാക് പ്രതിനിധി മലിഹ ലോധി ഭീകരരെ പിന്തുണക്കുന്ന നിലപാട് സ്വീകരിച്ചത്. വാനിയെ കാശ്മീരി നേതാവ് എന്ന് വിശേഷിപ്പിച്ച പാക് പ്രതിനിധി കൊലപാതകം നിയമപരമല്ലെന്ന് ആരോപിച്ചിരുന്നു. അസ്ഥാനത്ത് ഉപയോഗിച്ച കേവലം ഒരു വാക്കിന് വിലയായി യുഎഇയിൽ യുവാവ് നൽകേണ്ടി വന്നത് 2.5 ലക്ഷം ദിർഹം. പുറമെ 3 മാസത്തെ ജയിൽ ശിക്ഷയും. നവമാധ്യമമായ ഇൻസ്റ്റഗ്രാമിലൂടെ അവിവേകം കാരണമായി കുറിച്ച കോർഫഖാനിൽ താമസക്കാരനായ സ്വദേശി യുവാവിനാണ് കോർഫഖാൻ ക്രിമിനൽ കോടതി 2.5 ലക്ഷം ദിർഹം പിഴയൊടുക്കാനും പുറമെ 3 മാസം ജയിൽ ശിക്ഷ അനുഭവിക്കാനും വിധിച്ചത്. സ്വദേശി തന്നെയാണ് പരാതിക്കാരൻ. തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്റെ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തതിന് ഒറ്റവാക്കിൽ കമന്റിട്ടതാണ് പ്രതിക്ക് വിനയായത്. സംസ്കാരശൂന്യവും പരാതിക്കാരന്റെ മാനം ഹനിക്കുന്നതുമായ പദമാണ് അയാളുടെ ചിത്രത്തിന് താഴെ പ്രതി കമന്റ് ചെയ്തത്. മാനഹാനി നേരിട്ട സ്വദേശി പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു. പ്രതിയെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്ത പോലീസിനോട് പ്രതി കുറ്റം നിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ തെളിവ് നിരത്തി പ്രതിയെ ബോധ്യപ്പെടുത്തി. പിടിച്ചു നിൽക്കാൻ രക്ഷയില്ലാതെ തന്റെ ഫോണെടുത്ത് കുഞ്ഞു സഹോദരൻ ഒപ്പിച്ച വേലയാണെന്നായി പ്രതി. പോലീസ് കേസ് കോടതിയിലേക്ക് മാറ്റി. കോടതി വിചാരണയ്ക്കിടെ വീണ്ടും കുറ്റം നിഷേധിച്ച പ്രതിക്കെതിരെ സാങ്കേതിക തെളിവുകൾ സാക്ഷി പറഞ്ഞു. അവസാനം വഴിവിട്ട ഒരൊറ്റ വാക്കിന് വിലയായി 2.5 ലക്ഷം ദിർഹം നൽകാൻ വിധി. പുറമെ 3 മാസം ജയിൽ ശിക്ഷയും. എന്നാൽ വിധി തനിക്ക് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞ പ്രതി കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. അപ്പീൽ സ്വീകരിച്ച കോടതി ഈ മാസം 19-ന് കേസ് കൂടുതൽ വാദത്തിനായെടുക്കും. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു.
മണ്ണാർക്കാട്ട് എൻ ശംസുദ്ദീൻ നിയമസഭയിൽ കാന്തപുരത്തിനെതിരെ നടത്തിയ പരാമർശത്തിനെതിരെ ശക്തമായ മറുപടിയുമായി PT റഹീം MLA നിയമസഭയിൽ. മണ്ണാർക്കാട് ശംസുദ്ദീനെതിരെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രചാരണം നടത്തിയിട്ടൊന്നുമില്ല. പക്ഷേ കൊടുവള്ളിയിൽ മഴയ്ക്കുവേണ്ടി പ്രാർത്ഥിക്കാനെന്ന വ്യാജേനെ സ്ത്രീകളെ സംഘടിപ്പിച്ചാണ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രചാരണം നടത്തിയത്. എന്നിട്ടും ലീഗ് തോറ്റു. മഴ പെയ്തതുമില്ല. കുന്നമംഗലത്തും തിരുവമ്പാടിയിലും സ്ഥിതി ഇതുതന്നെയാണ്. ഇതാണ് സ്ഥിതി എന്നിരിക്കെ സഭയിൽ ഇല്ലാത്ത കാന്തപുരത്തെ ശംസുദ്ദീൻ എന്തിനാണ് വിമർശിക്കുന്നതെന്നായിരുന്നു PT റഹീമിന്റെ ചോദ്യം. ഇവിടെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് MLA കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. AP അബൂബക്കർ മുസ്ലിയാർ എന്തോ ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. AP അബൂബക്കർ മുസ്ലിയാർ ഒരിക്കലും തന്നെ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ പോയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം ഒരു കുടുംബയോഗത്തിലൂടെ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം ഈ നിയമസഭയിലില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങളിലൂടെ പറഞ്ഞത്. സാർ, എന്നാല് AP അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നത്, തങ്ങളെ സംബന്ധിച്ച് നമുക്ക് പറയാം. തങ്ങൾ കൊടുവള്ളി വന്ന് എല്ലാ വീടുകളിലും കുടുംബയോഗങ്ങൾ ചേർന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എന്ന് പറഞ്ഞ് സ്ത്രീകളെ വിളിച്ചു വരുത്തി പ്രസംഗിച്ചിട്ട് മഴയും പെയ്തില്ല, ഊട്ടം കിട്ടിയില്ല. അതാ കാരാട്ട് റസാഖ് അവിടെ ഇരിക്കുന്നത്. കാരാട്ട് റസാഖ് കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ചാ വന്നത്. ഇപ്പൊ മുസ്ലിയാർ പറഞ്ഞിട്ട് നടന്നിട്ടില്ലേ, തങ്ങൾ പറഞ്ഞിട്ട് നടന്നിട്ടില്ല. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട തിരുവമ്പാടി MLA ഇവിടെ ഇരിക്കുന്നുണ്ട്, കൊടുവള്ളി MLA ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അനാവശ്യമായ വാദപ്രതിവാദങ്ങളൊന്നും CM വലുല്ലാഹി 26ാമത് ആണ്ട് നേർച്ച ഈ മാസം 16 മുതൽ 19 വരെ അഗത്തി ദ്വീപ് മർക്കസിൽ നടക്കും. ആണ്ട് നേർച്ച പരിപാടികൾക്ക് അഗത്തി മർക്കസിൽ നടന്ന സ്വാഗത സംഘം യോഗത്തിൽ അന്തിമരൂപം നൽകി. 16-ന് ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് മർക്കസ് പ്രസിഡന്റ് M അബ്ദുൽ സമദ് കോയ ധാരിമിയുടെ പ്രാർത്ഥനയോടെ KC അബ്ദുൽ ഖാദർ സഖാഫി ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് സൈനുദ്ദീൻ അൽ ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തും. KC അബ്ദുൽ ഖാദർ സഖാഫി, MC അബ്ദുറഹ്മാൻ ദാരിമി, PP അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ, TKP അബൂസലാം കോയ മുസ്ലിയാർ, സാദിഖ് ഫാദിലി തുടങ്ങിയ നിരവധി പണ്ഡിതരും മുതഅല്ലിമുകളും ഉമറാക്കളും സംബന്ധിക്കും. പരിപാടിയുടെ ഭാഗമായി മതപ്രഭാഷണം, ഹജ്ജ് പഠന ക്ലാസ്, മൌലിദ് പാരായണം, ദിക്ർ ദുആ സമ്മേളനം തുടങ്ങിയവ നടക്കും. മുഹിമ്മാത്ത് ദുബൈ കമ്മിറ്റി മാസാന്തം നടത്തിവരാറുള്ള സ്വലാത്ത് മജ്ലിസും ഖുതുബുൽ ആലം CM വലുല്ലാഹി അനുസ്മരണവും നാളെ രാത്രി 9 മണിക്ക് ദേര ഫർജി മുറാർ ഗാലക്സി സൂപ്പർ മാർക്കറ്റിന് സമീപം മുഹിമ്മാത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. പരിപാടിയിൽ പ്രമുഖ പണ്ഡിതന്മാരും സാദാത്യങ്ങളും സംബന്ധിക്കും. സുന്നി ബാലസംഘം മെമ്പർഷിപ്പ് ക്യാമ്പയിന് നാളെ തുടക്കമാവും. പഠനം മധുരം സേവനം മനോഹരം എന്ന ശീർഷകത്തിലാണ് ക്യാമ്പയിൻ ആചരിക്കുന്നത്. മദ്രസ യൂണിറ്റ് ഘടകങ്ങൾ വഴിയാണ് മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ നടക്കുക. ജൂലൈ 24 മെമ്പർഷിപ്പ് ദിനമായി ആചരിക്കുകയാണ്. മെമ്പർഷിപ്പ് ദിനത്തിൽ ജില്ലയിലെ ആയിരക്കണക്കിന് കുരുന്നുകളാണ് ബാലസംഘത്തിൽ അംഗങ്ങളാവുക. യൂണിറ്റുകളിൽ മദ്രസകൾ, കവലകൾ കേന്ദ്രീകരിച്ച് മെമ്പർഷിപ്പ് ചേരുന്നതിന് സൌകര്യങ്ങൾ ഒരുക്കുന്നതാണ്. മെമ്പർഷിപ്പ് ചേർക്കലിന്റെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം കോട്ടക്കൽ ആറ്റേരി യൂണിറ്റിൽ സുന്നി യുവജന സംഘം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സ്വലാഹുദ്ദീൻ ബുഖാരി നിർവഹിക്കും. ജില്ലയിലെ 8 ഡിവിഷനുകളിലും 71 സെക്ടറുകളിലും 612 യൂണിറ്റുകളിലും മെമ്പർഷിപ്പ് ചേർക്കലിന് പ്രാസ്ഥാനിക രംഗത്തെ പ്രമുഖർ നേതൃത്വം നൽകും. മെമ്പർഷിപ്പ് ദിനത്തിൽ മദ്രസകളും യൂണിറ്റ് ഓഫീസുകളും അലങ്കരിക്കുകയും മധുരവിതരണവും നടക്കും. സുന്നി ബാലസംഘം മദ്രസ യൂണിറ്റ് കമ്മിറ്റി പുനഃസംഘടന നടത്തും. മദ്രസ മുദബ്ബിർ, യൂണിറ്റ് മഴവിൽ കൺവീനർ എന്നിവരാണ് പുനഃസംഘടനയ്ക്ക് നേതൃത്വം നൽകുക. സുന്നി ബാലസംഘം അംഗത്വകാല പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ജില്ലാ ഡിവിഷൻ സെക്ടർ യൂണിറ്റ് മഴവിൽ സമിതിയാണ്. ജില്ലാ മഴവിൽ സമിതി യോഗത്തിൽ AT സയ്യിദ് സഖാഫി അധ്യക്ഷത വഹിച്ചു. KV ഫക്രുദ്ദീൻ സഖാഫി, CK മുഹമ്മദ് ഫാറൂഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. SSF സാഹിത്യോത്സവ് ജഡ്ജസ് പരിശീലനം പുസ്തകപ്പച്ച 2016 എടരിക്കോട് വെച്ച് പ്രൌഢമായി നടന്നു. ബ്ലോക്ക്, യൂണിറ്റ്, സെക്ടർ, ഡിവിഷൻ സാഹിത്യോത്സവുകളിൽ വിധി നിർണ്ണയിക്കുന്നവർക്കുള്ള പരിശീലനമാണ് നടന്നത്. SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ സാഹിത്യോത്സവ് സെപ്റ്റംബർ 1 മുതൽ 4 വരെ തിരൂരങ്ങാടിയിലാണ് നടക്കുന്നത്. കേരള മാപ്പിള കലാ അക്കാദമി ജില്ലാ ഉപാധ്യക്ഷൻ PTM ആനക്കര ഉദ്ഘാടനം ചെയ്തു. SSF ജില്ലാ ഉപാധ്യക്ഷൻ NM സൈനുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. CK മുഹമ്മദ് ഫാറൂഖ്, ഇബ്രാഹിം മാസ്റ്റർ കൊടുമുടി തുടങ്ങിയവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. പരപ്പനങ്ങാടി താലീം ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളിൽ പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണം പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു.
സ്കൂൾ പ്രിൻസിപ്പൽ ഷക്കീർ മാസ്റ്റർ അരിമ്പ്ര അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് മാനേജർ സൈനുദ്ദീൻ സഖാഫി, സൈനുൽ ആബിദ് മാസ്റ്റർ, ഷെരീഫ് സാദി, നൌഷാദ് സഖാഫി, റാഷിദ് മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴ പെയ്തില്ല, കൊടുവള്ളിയിൽ ജയിച്ചതുമില്ല. മണ്ണാർക്കാട്ടെ എൻ ശംസുദ്ദീൻ കാന്തപുരത്തിനെതിരെ നിയമസഭയിൽ നടത്തിയ പരാമർശത്തിനെതിരെ ശക്തമായ മറുപടിയുമായി PTA റഹീം MLA. മന്ത്രിസഭാ തീരുമാനങ്ങൾ വിവരാവകാശ നിയമം അനുസരിച്ച് നൽകാനാവില്ലെന്ന് സർക്കാർ. കോഴിക്കോട് ജില്ലാ കലക്ടർ പ്രശാന്തിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഭീകരവാദം പാകിസ്ഥാന്റെ ദേശീയ നയമായി മാറിയിരിക്കുകയാണെന്ന് ഇന്ത്യ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒന്നാം പ്രതി. ദാദ്രിയിൽ കൊല്ലപ്പെട്ട അഖ്ലാഖിന്റെ കുടുംബത്തിനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. സാക്കിർ നായിക്കിന്റെ തലവെട്ടുന്നയാൾക്ക് 50 ലക്ഷം പാരിതോഷികം നൽകുമെന്ന് BHP നേതാവ് സാധ്വി പ്രാജി. മടവൂർ സീമലുല്ലാഹി ആണ്ട് നേർച്ചയ്ക്ക് അഗത്യ മർക്കസിൽ 16-ന് തുടക്കം. ഒരു വാക്കിന്റെ വില 2.5 ലക്ഷം ദിർഹമും 3 മാസം ജയിലും. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.